വാഴക്കച്ചി, പ്ലാവില, അതുപോലെ താമരയില, ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ കൂടുതലായിട്ട് ഈ ഒരു പടയണിയുടെ കോലങ്ങൾ ഉണ്ടാക്കുന്നതിനിടയ്ക്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് നമുക്കിപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ വളരെ കിട്ടാൻ വലിയ പാടുള്ള സാധനങ്ങളാണ്. അതെങ്ങനെയാണ് നമ്മൾ ഈ ഒരു കണ്ടെത്തുന്നതിന് എങ്ങനെയാണ് അതിൻ്റെ ഒരു രീതി? നമുക്ക് നീലമ്പേര് ഒരു കാർഷിക ഗ്രാമമാണ്. നീലമ്പേര് ശരിക്കും കൃഷി പ്രകൃതിയുമൊക്കെ ഇപ്പോഴും ഏതാണ്ട് അതേപോലെ തന്നെ സംരക്ഷിക്കപ്പെട്ടു പോകുന്ന, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഗ്രാമ ജീവിതത്തിൻ്റെ ഭാഗമാണ് നീലമ്പേര് എന്ന് പറയുന്ന ഈ ഗ്രാമം. ഈ ഗ്രാമത്തിൽ നമുക്ക് വാഴക്കൃഷി, തെങ്ങ്, കമുക് ഇങ്ങനെ പറയുന്ന കൃഷികളെല്ലാം ഇന്നും നാട്ടിലുണ്ട്. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടില്ല. എങ്കിലും കുറച്ചാളുകൾ വളരെ ഇത് ശേഖരിച്ചെത്തിക്കുക എന്ന് പറയുന്നത് നിസ്സാരമായ കാര്യമല്ല. അവരുടെ വലിയൊരു പങ്കുണ്ട്. അത് കുറച്ചാളുകൾ അതിനുവേണ്ടി തന്നെ നമ്മൾ നിയോഗിക്കുന്നുണ്ട്. അവരുടെ വലിയൊരു ശ്രമത്തിൻ്റെ ഭാഗമാണ് ഇത്രയും വാഴക്കച്ചിയും വാഴപ്പോളയും എല്ലാം ക്ഷേത്ര പരിസരത്ത്. പിന്നെ നമ്മൾ ചെത്തിപ്പൂ എത്തിക്കുന്നത് ക്ഷേത്രത്തിൽ, ഈ ക്ഷേത്രത്തിനോട് ചുറ്റുവട്ടത്തുള്ള വീടുകൾ നിർബന്ധമായും ഒരു കൊട്ട പൂ ക്ഷേത്രത്തിലേക്ക് തരണം, പടയണിക്ക് വേണ്ടി തരണം. അതുപോലെ തന്നെ നമ്മൾ എല്ലാ വീടുകളിലും ഓല വെട്ടിയിട്ട് കൊടുക്കും. ആ ഓല കീറി അതിൻ്റെ ഈർക്കിൽ ഇതിൽ കുത്തിപ്പിടിപ്പിക്കുന്നുണ്ട്. ഞങ്ങൾ പൂവാണി ഇലയാണി എന്നൊക്കെ പറയും. അങ്ങനെയുള്ള ഈർക്കിൽ കുത്തി ഏൽപ്പിക്കേണ്ടതും വീടുകളുടെ ചുമതലയാണ്. അപ്പോൾ അങ്ങനെ ആളുകളുടെ വലിയൊരു പങ്കാളിത്തത്തോടു കൂടിയാണ് ഈ വസ്തുക്കൾ ശേഖരിക്കുന്നത്. പിന്നെ നമുക്ക് ഈ പടയണിക്ക് വേണ്ടി നമ്മൾ നമുക്ക് താമരയില 3000-3000 താമരയിലകൾ ആവശ്യമാണ്. അതിനുവേണ്ടി ഒരു കുളം ക്ഷേത്ര ഭരണസമിതി നിർമ്മിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ അല്ല, പണ്ട് നമുക്കുണ്ടായിരുന്നു. അത് കുറേ കാലമായിട്ട് ഉപയോഗശൂന്യമായി കിടക്കുകയായിരുന്നു. അപ്പോൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഞങ്ങൾ ഓച്ചിറ വരെ പോയി താമരയില കൊണ്ടുവരേണ്ടി വന്നു. അപ്പോൾ അങ്ങനെയുള്ള ബുദ്ധിമുട്ട്. ഒന്നാമത് ആളുകൾ ഇവിടെ പണിയാൻ വേണം, അത് കളക്ട് ചെയ്യാൻ വേണ്ടി ആളുകൾ പോകുന്ന ബുദ്ധിമുട്ടാണ്. അതിനുവേണ്ടി നമ്മൾ ക്ഷേത്ര ഭരണസമിതി അതിനുവേണ്ടി ഒരു മുൻകൈ എടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ തൊട്ടടുത്ത് കാണാം, ഒരു 50 സെൻറ്റോളം വരുന്ന ഒരു താമരക്കുളം ഇപ്പോൾ അതിനുവേണ്ടി സൃഷ്ടിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ എല്ലാ കാര്യങ്ങളും ഈ വസ്തുക്കളിൽ ഏതാണ്ട് ബഹുഭൂരിപക്ഷവും നാട്ടിൽ നിന്ന് തന്നെയാണ് ലഭിക്കുന്നത്.